ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന, അതുപോലെ സിജു വിൽസൺ, പിന്നെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽ ചെയ്യുന്ന അമീൻ ടീമുണ്ടല്ലോ, അവരൊക്കെ അഭിനയിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ദ്രനീൽ ഗോപികൃഷ്ണനും രാഹുൽ ജിയും കൂടിയിട്ടാണ്. പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സോഫിയ പോൾ, പറയുന്ന കാര്യമല്ലോ, വീക്കെൻഡ് ബ്ലോക്ക്ബസ്റ്റേഴ്സ്. അവരുടെ പടങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യമില്ല, ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി, RDX, ഇമാതിരി നല്ല പടങ്ങളുടെ ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ പടവും നല്ല രീതിക്ക് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഗ്രാമസ്ഥിതി കൊള്ളുന്ന തന്നെ നന്മയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായിട്ടാണ്. അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളുടേത്. പ്ലാച്ചിക്ക വന്നത് ഈ ഭൂമിയിലൊരു സ്വർഗമാണ്. എന്റെ ഈ നാടിന്റെയും തല വരെ മാറുന്ന കേസ് വരില്ലെന്ന് ആര് കണ്ടു? എന്തോ പഴക്കൊല മിസ്സിംഗ് ആണെന്ന് കേട്ടു. അവസാനായിട്ട് ഈ ആടിനെ എവിടെ കണ്ട്? പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യത്തെ കൊലപാതക. കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ടോ? ബോഡിയിൽ ചുറ്റികൊണ്ടോ സമാനമായ എന്തോ കൊണ്ട് കുറച്ച് പാടുകളുണ്ട്, പ്രത്യേകിച്ച് നെറ്റിയിൽ. എടാ, നിനക്ക് ഈ കിണ്ടിയും കുടം കോളാമ്പിക്ക് എടുക്കാനേ പറ്റുള്ളൂ. ഇതേ കേസ് കൊലപാതക, അതിന് പണി അറിയുന്നവർ വേണം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്. അവർ ഈ കേസ് ടേക്ക് ഓവർ ചെയ്തു. സാധാരണ എന്ത് കേസ് ഉണ്ടായാലും പോലീസുകാരും നാട്ടുകാർ എന്നെയാ വിളിക്കാറ്. 2 ക്രൈം സീനിലും പ്രോപ്പർ പോലീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ആയതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ നിന്നതിൽ തെളിവ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്റെ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൈം സീനും പെർഫെക്റ്റ് അല്ല. കേസ് അന്വേഷണം തെളിയിക്കലൊക്കെ നല്ലതാണ്, പക്ഷെ അത് ഞാനിവിടെ ഉള്ളപ്പോൾ വേണ്ട. സാറും കൊള്ളാം, 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയല്ലോ. മോഷണവും താൻ തന്നെ, കണ്ടുപിടുത്തവും താൻ തന്നെ, നീ കൊന്നതും താൻ തന്നെയാണോ? ആരും കൈയടിക്കണ്ട. മെയ് 23 ഒരു ധ്യാൻ ശ്രീനിവാസൻ കംബാക്ക് പ്രതീക്ഷിക്കുന്നു. കാരണം പുള്ളിക്കാരുടെ പടങ്ങളൊക്കെ അത്ര സെറ്റ് ആവാണ്ട് പോകാറുണ്ട്. അപ്പം ഈ പടത്തിൽ നല്ലൊരു പടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പടത്തിൻ്റെ മേക്കിംഗ് ഒക്കെ, അതായത് ഒരു മിന്നൽ മുരളി അവിടുത്തെ ആ ഒരു നാട്ടുപ്രദേശം തന്നെയാണെന്നാണ് അവർ അതുവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ മ്യൂസിക് ആയാലും നല്ല രസമുണ്ട്. RSDE എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ. അപ്പം ആളും നല്ല രീതിക്ക് ട്രെയിലറൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം നല്ലൊരു പടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കോമഡി ത്രില്ലർ പരിപാടിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സോഫിയ പോൾ, വീക്കെൻഡ് ബ്ലോക്ക്ബസ്റ്റേഴ്സ്, അവരുടെ പടങ്ങൾ അത്യാവശ്യം ക്വാളിറ്റി പടങ്ങൾ തരാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പടം കൊണ്ടല് കുഴപ്പമില്ല, പക്ഷെ പ്ലോട്ട് വൈസ് എന്തോ ഒരു വരാത്തോണ്ട് അങ്ങനെ സെറ്റാവാണ്ട് പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിലത് തിരിച്ചു പിടിക്കിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എത്ര ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചെയ്യുക. ഓക്കെ.